സമാധാനത്തിനുള്ള വാതിലുകൾ ഇറാൻ പൊട്ടിയടയ്ക്കുകയാണ്. തുടർച്ചയായ അമേരിക്കൻ ആക്രമണങ്ങൾക്കിടയിലും വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ തള്ളിക്കളഞ്ഞത് പശ്ചിമേഷ്യയെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനുള്ള ഏറ്റവും പുതിയ നയതന്ത്ര ശ്രമങ്ങളും പരാജയപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാഖ് പ്രധാനമന്ത്രി അലി അൽ സെയ്ദിയാണ് അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളുമായി ഇറാൻ സന്ദർശിച്ചത്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ ഇറാൻ ഭരണകൂടം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച തർക്കത്തിൽ ശാശ്വതമായ പരിഹാരം കാണാതെയുള്ള ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറിനും തയ്യാറല്ല എന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. ഈ മാസം ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ ഇറാഖ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ രൂപീകരിച്ച വെടിനിർത്തൽ വ്യവസ്ഥകളുമായാണ് അദ്ദേഹം ടെഹ്റാനിലെത്തിയത്. എന്നാൽ ഇറാൻ ഈ നിർദ്ദേശം തള്ളിയതോടെ അമേരിക്ക ആക്രമണം കടുപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം നടത്തി. ഇതോടെ തുടർച്ചയായ 13ാം ദിവസമാണ് അമേരിക്കയുടെ വ്യോമാക്രമണങ്ങൾക്ക് ഇറാൻ സാക്ഷ്യം വഹിക്കുന്നത്. ഒരു ഭാഗത്ത് നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെടുമ്പോൾ മറുഭാഗത്ത് സൈനിക നടപടികൾ കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ കാണുന്നത്. വരും ദിവസങ്ങളിൽ സംഘർഷം പൂർണ്ണമായൊരു യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.